തങ്കപ്പാ ഇവിടെ വാ ഇവിടെ വാ. നീ ആരോട് ചോദിച്ചിട്ടാണ് ലോറി കയറിയത്? അതിപ്പോ ലോഡ് വന്നപ്പോ ഞാൻ ആര് ലോഡ് ഇറക്കണം ആര് ലോറി കയറണമെന്ന് ഞാൻ തീരുമാനിക്കും. മേല വണ്ടി വരുമ്പോ ചാടി കയറിയ അടിച്ചിന്റെ കവാല കുട്ടി ഞാൻ പൊട്ടിക്കും. പോടാ കണ്ണപ്പാ ഇവിടെ വാ. പകുതി ലോഡ് നീ ഇറക്കിക്കും. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല മലയാളി. പോ പോ പോ. മച്ചാനെ മച്ചാനെ എനിക്ക് മാട്ടുപ്പെട്ടി ജംഗ്ഷനിൽ ഒരു കട തുറന്നു തരാൻ പറ്റുമോ? കട? ഒരുപാട് ചാക്ക് സാധനങ്ങൾ അടുക്കി വെക്കാൻ പറ്റിയ കട. എന്നിട്ട് എനിക്ക് വരുന്ന ലോഡ് മുഴുവൻ ആ കണ്ണപ്പനെ കൊണ്ട് ചോപ്പിക്കണം. ഏത് കണ്ണപ്പൻ? ചെറ്റക്കണ്ണപ്പൻ. ചെറ്റക്കണ്ണപ്പൻ എന്റെ ആത്മാർത്ഥ ശത്രു. നിനക്ക് ഒരു കടയല്ല 9 കട ഞാനിട്ട് തരും. ഞാൻ പറഞ്ഞ മറ്റേ കാര്യം എന്തായി? അതൊക്കെ ഓക്കെ. ഞാൻ ഗൾഫിൽ കിടന്ന് പൊരി വെയിലത്ത് കഷ്ടപ്പെടുന്നൊക്കെ കാശ് കൊണ്ട് കുറെ ഏജൻസി എടുത്താ നിങ്ങൾക്ക് ഇവിടെ പണി വന്നത്. ഉത്തരവാദിത്രം നോക്കിയെടുത്താൻ പറ്റില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ പൂട്ടിക്കിട്ടി എന്റെ പാട്ടിന് പോവും. പിന്നെ ഞം കഴിക്കാനേ നീയൊക്കെ വേറെ പണി അന്വേഷിക്കേണ്ടി വരും. പരമതണ്ടി, ദരിദ്രവാസി, ചെറ്റ, നാറി, കള്ളുകുടിയൻ, തല്ലുകൊള്ളി, താൻ തോന്നി. എന്താ ഇത്? അങ്ങനെ ഒരു ചെക്കനെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു വരികയായിരുന്നു. എങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു അടി കിട്ടാൻ നോക്കണ്ടായിരുന്നോ? അത് ശീലമായി പോയി. എന്റെ 50,000 അതൊക്കെ തരാം. പക്ഷെ അതിനു മുമ്പ് എന്റെ എല്ലാ പ്ലാനിങ്ങുകളും താൻ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ആദ്യം അവരുടെ കല്യാണം, അത് കഴിഞ്ഞ് വധൂവരന്മാർ ആദ്യ രാത്രിയുടെ ലഹരിയിലേക്ക് മുഴുകുമ്പോ. ഓ മതി, നിർത്ത്. എന്തു പറ്റി? എനിക്ക് നാണാവുന്നു. അയ്യേ, അതിന് ഞാൻ അവരുടെ കിടപ്പറയിലേക്ക് അല്ല കടന്നു ചെല്ലുന്നത്. അല്ലേ? അല്ല, ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. പറ. പിന്നീട് ആ പ്രഭാത പ്രഭുവിന്റെ അടുത്തേക്ക് ഞാൻ ചെല്ലും. എന്നിട്ട് ഞാൻ ഉറക്കെ വിളിച്ചു പറയും, തന്റെ മകൾ കെട്ടിരിക്കുന്ന ഒരു തെണ്ടിയാണെന്ന്. ഇത് പുറത്ത് പറഞ്ഞ തല്ലുകൊള്ളില്ലേ? കൊള്ളും. പോലീസ് പിടിക്കില്ലേ? പിടിക്കും. ചിലപ്പോ 1-2 മാസം ജയിലിൽ കിടക്കേണ്ടതായിട്ടും വരും. അതിലൊക്കെ കൂടി ഈ 50,000 രൂപ നല്ല ചോള പോലെ തനിക്കാൻ കൂടി തരുന്നത്. എങ്കിൽ തരണ്ട. കാശ് കിട്ടിട്ട് എന്താ കാര്യം? അനുഭവിക്കാൻ ആളില്ലെങ്കിൽ തീർന്നില്ലേ? ഇതുപോലൊരു ചതിക്ക് കൂട്ടുനിന്ന ആ തെണ്ടി പ്രഭു എന്നെ എടുത്തിട്ട് പൂശും. ബാക്കി ജീവൻ ആ മച്ചാനും എടുക്കും. കരയാതെ, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അതിനു മുമ്പ് നിന്റെ ജീവൻ ഞാൻ എടുക്കും. ഇല്ല, നിങ്ങൾ പറഞ്ഞ ഒരാളെ എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി അഥവാ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അവനെ ഇട്ട് വിറ്റ് തരികേയില്ല. മനോര, നീ വിട്ടുതരില്ല? ഇല്ല ഇല്ല. ഇയാൾക്കെന്താ ചെവി കേട്ടൂടെ? ഇല്ല ഇല്ല ഇല്ല. നന്ദിയില്ലാത്ത ചേട്ട. എവിടെ നോക്കിയിരിക്കുന്ന കളി? தங்கப்பா எப்படி இருக்கா ஸ்டைல்? சூப்பர். உழைப்பாளி படத்துல ரஜினிகாந்த் மாதிரி இருக்கு. ഉഴൈപ്പാളി അല്ല, ഇരൈപ്പാളി. ചിന്നസ്വാമി, ഒരു ഫിൽറ്റർ വെൽ. എന്താ മച്ചാനെ, ഇത് പണിക്കൊന്നും പോണില്ലേ? കൂലിപ്പണിയൊക്കെ അങ്ങ് നിർത്തി. അലവലാളി. ഇവിടെ കാണും ഒരുപാട് ചരക്കിറക്കാൻ പറ്റുന്ന കടകൾ വല്ലതും വിൽക്കാനുണ്ട്. എന്താ ഇരിക്കുന്നത്? എനിക്ക് വാങ്ങാനാ. എന്താ ലോട്ടറി വല്ലതും അടിച്ചോ? അടിച്ച പോലെ തന്നെ. ഒരു 50 ലക്ഷം രൂപ മുടക്കിയാ ആ കട ഇങ്ങ് വാങ്ങാം. 50 ലക്ഷമോ? ഒരു 2.5 കോടി വരെ മുടക്കാൻ ഞാൻ തയ്യാറാ. ഇവനെന്തേ വട്ടായോ? മുനിയാണ്ടി, എന്റെ കടയിൽ ചരക്കിറക്കുന്ന പണി നിനക്കും നിന്റെ യൂണിയൻ തന്നിരിക്കുന്നു. എങ്ങനെയുണ്ട് ഈ സ്റ്റൈൽ? മാച്ച് ഉണ്ടോ? മാച്ചൊക്കെയാണ്. ഇതിട്ടോണ്ട് വേണം എനിക്ക് പെണ്ണ് കാണാൻ പോവാൻ. അതെ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതെ, പ്രശ്നമെന്ന് പറഞ്ഞാ വേറൊരുത്തർ എന്നെ പറഞ്ഞു വെച്ചതാ. അയാളുടെ പ്രതികാരം തീർക്കാൻ വേണ്ടിയാ ഈ കല്യാണം നടത്തണമെന്ന് പറഞ്ഞത്. ചതിയാ. കെട്ടിക്കഴിഞ്ഞ അന്ന് തന്നെ നീ ഒരു തെണ്ടിയാണെന്ന് അയാൾ വിളിച്ചു പറയും. പിന്നെ തല്ലിന്റെ മേളൊരുക്ക് എനിക്ക് നിനക്കും കൊന്നുകളയും. എനിക്കിതറിയാവുന്നത് കൊണ്ടാ ഞാൻ ആ പരിപാടി ക്യാൻസൽ ചെയ്തത്. എനിക്ക് ആ കൊടിച്ചെടി കെട്ടിയേ പറ്റൂ. 2.5 കോടിയുടെ സ്വപ്നം ഞാൻ കണ്ടു കഴിഞ്ഞു. ഇത് നടന്നില്ലെങ്കിൽ പിന്നെ ആ കണ്ണപ്പന്റെ മുഖത്ത് നോക്കാൻ പറ്റില്ലടേ. ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയും കാണുന്നില്ല. ആലോചിക്കേണ്ട രീതിയിൽ ആലോചിക്ക്. എന്തെങ്കിലും ഒരു വഴി കിട്ടും. ഇവിടെ ഇരി.
പാഷ എന്നാ? ഒരു റീത്ത് റീത്ത എന്തിന്? എല്ലാം പറയാം. മനോഹര ഡിവി ഈ റീത്ത് എനിക്ക് ഇഷ്ടമായി. ഈ റീത്തിന്റെ കൂടെ തൊട്ട് നോക്കാൻ ഒരു പൂച്ചണ്ട് കിട്ടുവാ. അതൊക്കെ പുറകെ വരും. ഇതങ്ങോട്ട് പിടി. ആ കുടി. എനിക്കൊരു ബുദ്ധി തെളിയുന്നുണ്ട്. ബുദ്ധിയാ അത് കളാ. അത് ഈ തലയിൽ എങ്ങനെ വരാനാ? ബുദ്ധിയല്ല, കെണി കെണി. കെനിയ ആ കുശാഗിന്റെ ബുദ്ധി. ഞാൻ ആദ്യം പറഞ്ഞ പെണ്ണിനെ നീ കിട്ടുന്നില്ല. പിന്നെ പകരം ഇതേ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ കയറുന്നു. ആ വീട്ടിലെ കോടീശ്വരനായ മരമണ്ണ തന്തയെ വളക്കുന്നു. അയാളുടെ സുന്ദരിയായ ഒരു മകളെ മച്ചാൻ സ്നേഹിക്കുന്നു, അതിൽ വിജയിക്കുന്നു, പിന്നെ കെട്ടുന്നു. ഒരു 100 റെത്ത്. പക്ഷെ കെട്ട് കഴിഞ്ഞ ഒരു 5 ലക്ഷം രൂപ നീ കമ്മീഷനായി തരണം. നീ എന്താ ആലോചിക്കുന്നേ? എന്നാലും കുറെ കാലം കഴിയുമ്പോ ഞാനൊരു കൂലിയാണെന്ന് അറിഞ്ഞാലും മാക്സിമം അറിയാതിരിക്കാൻ നോക്കണം. പിന്നെ അറിയുമ്പോഴേക്ക് മൊത്തം അടിച്ചെടുത്തോണ്ട് മുങ്ങിയിരിക്കണം. വാ, അടുത്ത ബസ്സിൽ പുറപ്പെടാം. ബസ്സാ? ഈ നിമിഷം മുതൽ മറ്റാ കോടീശ്വരനാണ്. കോടീശ്വരൻ. കോട്ട് മസ്റ്റ്, ടൈ മസ്റ്റ്, സൂട്ട് മസ്റ്റ്, ഡ്രൈവർ മസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ മസ്റ്റാണ്. മസ്റ്റാണ്. എന്നാൽ ഉണ്ണികൃഷ്ണൻ മസ്റ്റ്. നല്ല മനസ്സോടെ ഡീസന്റ് ആയിട്ട് നടക്കുമ്പോ തല്ലി കിട്ടണ നാടേത്. എന്നോടൊന്നും പറയണ്ട. മച്ചാനെ, ഈ ചതിക്കെങ്ങാനും കൂട്ടി നിന്നെന്ന് പറഞ്ഞ അച്ഛൻ എന്നെ കൊന്നുകളയും. ചേരിയിലെ പെണ്ണുമായി നീ പ്രേമത്തിലാണെന്ന് നിന്റെ അച്ഛൻ അറിഞ്ഞാലോ? ആ പെണ്ണിനെ പ്രേമിച്ച് പറ്റിക്കാൻ വേണ്ടി അവളുടെ പുറകെ നടക്കുകയാണെന്ന് ആ റൗഡി രാജപ്പനോട് ഞാൻ പറഞ്ഞാലോ? ആ രാജപ്പനെയും തങ്കപ്പനെയും നിന്റെ അച്ഛന്റെ അടുത്തേക്ക് പറഞ്ഞു വിടട്ടാ. ഞാൻ പോയാൽ വിളിക്കട്ടെ മച്ചാനെ. നീ ചെല്ലു മനോഹര. ഞാൻ ക്യാഷ് ആയിട്ട് വല്ല സഹായം ചെയ്താ പോരെ? അതും വേണം. പിന്നെ മറ്റു ചില ചെറിയ ചെറിയ സഹായങ്ങളും ചെയ്തു തന്നെ. ഒരു ചെറിയ കാറ്, ചെറിയ ചെറിയ ഡ്രസ്, ഒരു ചെറിയ ഡ്രൈവർ. ഡ്രൈവർക്ക് ഞാനവിടെ പോവും. പറയുമ്പോ മറ്റൊന്നും തോന്നരുത്. ഇപ്പൊ നിന്നേക്കാ പറ്റിയ ഒരു ഡ്രൈവറെ എനിക്ക് കിട്ടാൻ പ്രയാസമാണ്. ഞാനോ? അതെ, നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ കാശുകാരുടെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ നിനക്ക് എനിക്ക് പറഞ്ഞുതരാൻ കഴിയും. വളരെ ഈസി ആയിട്ട് നിനക്ക് ചെന്താമരയെ കെട്ടാനുള്ള വിദ്യ ഞാൻ പഠിപ്പിച്ചു തരികയും ചെയ്യാം. അച്ഛനറിഞ്ഞാലോ? എടാ മണ്ടൂസേ, നീ കെട്ടി ഒരു കൊച്ചു ഉണ്ടായ ശേഷം നിന്റെ അച്ഛൻ അറിയും. അതിനുള്ള വഴിയൊക്കെ മച്ചാന്റെ കയ്യിലുണ്ട്. അതിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് മച്ചാൻ. എന്നാ പിന്നെ ഞാൻ വരാം. വേറെ മാർഗം ഇല്ലാത്തോണ്ടാണ് എന്നാ നമുക്ക് പുറപ്പെടാം. നിക്ക്, ഈ വേഷം ഇട്ടോണ്ടാ നീ ആ വീട്ടിൽ പോണത്? എങ്ങനെയുണ്ട്? നല്ല തറപ്പാണ്ടി ലുക്ക്. പോരാത്തതിന് അവന്റെ ഒരു വീരപ്പ മീശയും ഒരു വീതുളി കൃതാവും. ഇതൊന്നും ശരിയല്ലല്ലേ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിന്റെ ഈ മൊത്തം സെറ്റപ്പ് ഒന്ന് മാറ്റണം. എന്നിട്ടൊരു ചെത്ത് സ്റ്റൈലാക്കി തരാം ഞാൻ. ഗട്ടർ സൂക്ഷിച്ചു പോടേ. വെളിയിൽ നിന്നുള്ള അണ്ടിയുടെ വരവോടെ നമ്മുടെ അണ്ടിക്ക് മാർക്കറ്റില്ലാണ്ടായി പോയി. കച്ചവടമൊക്കെ നഷ്ടത്തിലാണ്. കൂടുതൽ ആളുകൾ പണി ചെയ്യുന്ന സ്ഥലം ഇതാണോ? ആ, പിന്നെ കാണാം. സ്ഫോടന അപകടം. അണ്ടി കമ്പനി ആളിക്കത്തുന്നു. പ്രാണസാർത്ഥം ഓടുന്ന തൊഴിലാളി തരണി മേഖല അത് കോൺസെപ്റ്റോട്ടിലാണ്. തീവ്രവാദികൾ കാവടി പ്രവേശിക്കാം. പിന്നെ വെടിയോട് വെടി. ആ വെടിയിൽ ചില്ലു ജനാലകൾ തകരുന്നു. അതിന് പ്രത്യേക സ്റ്റോട്ട്. ഇവിടെയാണ് ബോംബോക്കാൻ പറ്റിയ സ്ഥലം. പിന്നെ ഒരു പൊട്ടിത്തെറി. പൊട്ടിത്തെറിയല്ല, മുഖം പൊത്തി അടിയാണ് വേണ്ടത്. എന്റെ അണ്ടി ഫാക്ടറി ആരാടാ ബോംബ് വെക്കാൻ നിന്നോട് പറഞ്ഞത്? ആ പ്രഭാരപ്രഭുല്ലേ പറ. ഈ കോണാങ്കട്ടി വേഷം മാറി നടന്നാൽ ഞാൻ തിരിച്ചറിയില്ലെന്ന് വിചാരിച്ചോടാ ബ്രോക്കറെ? ഞാൻ ബ്രോക്കറല്ല, പി ആണ്. പി എന്ന് വെച്ചാൽ പാഴാണ്ടി എന്നാണ് അർത്ഥം. അല്ല, വലിയ വലിയ കോടീശ്വരന്മാരുടെ കൂടെ നടക്കുന്ന ചിങ്കരി എന്നാണ് അർത്ഥം. ഈ നാട്ടിൽ ഞാനല്ലാതെ വേറെ ആരാടാ കോടീശ്വരൻ? അയക്കെന്തിനാണ് ഇവിടെ പണി? സിനിമ പിടിക്കുന്ന പണി. അയ്യോ, അയാളിപ്പോ എവിടെയാണ്? പുതിയൊരു ദൂരദർശൻ തുടങ്ങാൻ വേണ്ടി വന്നതാ. അപ്പൊ പഴയ ദൂരദർശനൻ സർക്കാരല്ലേ, സാമ്പത്തിക ഞെരുക്കം കാണും. എന്റെ സാറിപ്പം മഹാഭാരതം പോലുള്ള സീരിയസ് ആയി പിടിച്ചോണ്ടിരിക്കുകയാണ്. 2 അണ്ടിക്കമ്പനി മുതലാളിമാരുടെ കുടിപ്പകയുടെയും മത്സരങ്ങളുടെയും കരളലിയിപ്പിക്കുന്ന ഇടി സീരിയൽ. ഒരു മുതലാളി മണ്ടൻ, മറുമുതലാളി മരമണ്ടൻ. അവസാനം ഇരുവരും തമ്മിൽ തല്ലി കുത്തിച്ചാകുന്നു. രഹസ്യം കഥ. അവസാന ഭാഗം പിടിക്കാൻ ഉദ്ദേശിച്ച ഞാൻ ഇവിടെ വന്നത്. ഞാൻ ലൊക്കാലിറ്റി കാണാൻ വന്നതാ. പൊട്ടിത്തെറി ഇവിടെ വെച്ചാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പച്ച തെറിയേക്കണ്ടെങ്കിൽ ഇറങ്ങി പൊയ്ക്കോ. ഞാൻ ഈ സ്ഥലം സിനിമാ പടം പിടിക്കാൻ കൊടുക്കൂല. ഇല്ലെങ്കിൽ വേണ്ട, പിന്നെ ചോദിച്ചില്ല പറഞ്ഞാന്ന് പറയരുത്. ഞാൻ പോവുന്നു. എങ്ങോട്ട്? കാലൊടിഞ്ഞ ഇല്ല, ചിരട്ട സാറിന്റെ അടുത്തേക്ക് പോവേണ്. ആ സാറ് കമ്പനി തരാതിരിക്കില്ല. കമ്പനി തരുന്നെന്തിനാണ് ഉറപ്പ്? എന്റെ മുതലാളിയെ പോലൊരു അവിവാഹിതനും കോടീശ്വരനുമായ ഒരുത്തനെ വളർത്തിയെടുക്കാൻ ഏത് പെമ്മക്കളുടെയും ബുദ്ധിയുള്ള തന്തമാര് ശ്രമിക്കും.
സുന്ദരൻ, സുമുഖൻ, സുശീലൻ, നായർ. ഓ, ചെറുക്കന്റെ പേര് സുശീലൻ നായർ എന്നാണല്ലേ ഫസ്റ്റ് പേര്? അതല്ല, അത് വിശേഷണം. പയ്യന്റെ പേര് ബാലകൃഷ്ണ. ആരോടും പറയില്ലെങ്കിൽ ഞാൻ രഹസ്യം പറയാം. ആ പ്രഭു സാറിന്റെ മൂക്ക് വേണ്ടി ഈ മുതലാളി ആലോചിക്കാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുക. എങ്കിൽ ഞാൻ പോട്ടെ. പോകാൻ വരട്ടെ. ആലോചന ക്യാൻസർ ചെയ്യും. പണ്ടേ നിന്റെ സ്വഭാവം ഇങ്ങനെയാണ്. ഏതെങ്കിലും നല്ല കേസുകൾ വരുമ്പം നീ പ്രഭുവിന് തട്ടും, പിന്നെ ഞാൻ അത് മുടക്കാൻ നടക്കണം. ഡേയ്, ഈ ചെറുക്കനെ എനിക്ക് വേണം. ആ പ്രഭാര പ്രഭു ആശിച്ചത് ഞാൻ നേടിയെടുക്കും. നീ പടം പിടിക്കുകയെ ബോംബ് വയ്ക്കുകയെ എന്തൊരു വേണേ ചെയ്തോ. വേണേ എന്റെ അണ്ടി ഫാക്ടറി മുഴുവനോടെ നീ കത്തിച്ചോ. എടേ, എനിക്ക് ആ ചെറുക്കനൊന്ന് പരിചയപ്പെടണല്ലേ. തികച്ചും യാദർച്ഛികമായിട്ടാണ് പരിചയപ്പെട്ടതെങ്കിലും എനിക്ക് നിങ്ങളെ ഇഷ്ടമായി. നമുക്ക് വീണ്ടും കാണണം. എന്റെ മനസ്സിൽ ചില കണക്കുകൂട്ടലുകളൊക്കെ ഉണ്ട് കേട്ടാ. ഓക്കെ. അവൻ മുമ്പേ എത്തി. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുൻപേ. ഇവൻ വന്ന സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു. എന്തൊരു ഡിസ്ക് എടുത്താലും ശരി, എന്റെ മോളെ ഈ ചെറുക്കനെ കൊണ്ട് തന്നെയും കിട്ടി. ഇത് റിസ്ക് തന്നെയാ. ഇതെന്റെ ഒരു വാശിയാണ്. സ്വന്തം മോളുടെ ജീവിതമാണ് സൂക്ഷിക്കണം. അതാണ് എനിക്ക് വലുത്. എന്നെ നീ ഒന്ന് പരിചയപ്പെടുത്തണം കേട്ടാ. യെസ്. ഞാൻ കുബേര, കുമാർ കുബേര. ഞാൻ കൃഷ്ണ, ബാലകൃഷ്ണ. ഇപ്പൊ പോയവ എന്തരന് ഇവിടെ വന്നത്? ഇയാളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ പരിചയപ്പെടാൻ. അയാൾ പരിചയപ്പെട്ടിട്ട് പോയി. ആ പോയ സാധനം ഫ്രോഡാണ് കേട്ടാ. ഈ നിൽക്കുന്ന സാധനം ഞാൻ ഡീസന്റ്. വലിയ മുതലാളിയാ കശുവണ്ടിയുടെ. എത്ര ഫാക്ടറി ഉണ്ട്? ഒന്നോ? ഈ നിൽക്കുന്ന മുതലാളിക്ക് 18 ഫാക്ടറി ഉണ്ട്. എന്തൊരു ഫാക്ടറി? പടം പിടിക്കുന്ന ഫാക്ടറി. അതും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പറഞ്ഞു കൊടുക്കിപ്പിയേ. ഒറീസ, ബീഹാർ, രാജസ്ഥാൻ, ഗുൽബർഗ, മധ്യപ്രദേശ്. വയറ് നിറഞ്ഞ്. ഈ നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് കിടക്കുന്ന സ്ഥലം മുഴുവൻ മുതലാളി സ്വന്തമാക്കാൻ പോണു. ഒരു സ്റ്റുഡിയോ തുടങ്ങാൻ. ഈ ഫോട്ടോ എടുക്കുന്ന സ്റ്റുഡിയോ അല്ല, യുമാറ്റിക്. ഡ്രൈവർ. ഇയാൾക്ക് മനസ്സിലായില്ല, ശരിക്കും പറഞ്ഞു കൊടുക്ക്. ഈ ടിവിയിൽ വന്ന സിനിമയില്ലേ, അത് പിടിക്കുന്ന ഓ, ഫാക്ടറി. ദൂരദർശനൻ. ദൂരദർശനൻ. ആ, പുതിയതായിട്ടൊരു ദൂരദർശനം തുടങ്ങാൻ വരുന്ന ആളാണെന്ന് ഇയാള് പറഞ്ഞു. തോനെ കായാവൂലേ? ഓ, ഒരു 5 കോടി. എടോ പിയെ, ഇവിടെ പരിസരത്ത് എങ്ങനെ 5 സ്റ്റാർ ഹോട്ടൽ വല്ലതും ഉണ്ടോ താമസിക്കാൻ? ഇവിടെ ഇല്ല സാർ. ഇല്ലേ? എങ്കിൽ ഈ ദൂരദർശന്റെ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിരിക്കുന്ന അച്ഛനോട് ഫോൺ ചെയ്ത് പറഞ്ഞേരെ. എന്റെ വീട്ടിൽ താമസിക്കാന്ന് പറയണേ. സാർ, സാറിന് വിരോധം ഇല്ലെങ്കിൽ ഈ കുബേർ സാറിന്റെ വീട്ടിൽ താമസിക്കാം. എനിക്കത് ബുദ്ധിമുട്ടാവും. ഇപ്പൊ ഇവിടുന്ന് പോയ ആൾ ഇത് തന്നെയല്ലേ പറഞ്ഞത്? അയ്യോ, അവന്റെ വീട്ടിൽ താമസിക്കരുത്. അവന്റെ ഭാര്യയ്ക്ക് പകർച്ചവ്യാധിയാണ്. നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു വ്യാധിയില്ല ക്ലീൻ. ഇനി വരാതെ നോക്കണം. മറ്റൊരു വഴിയില്ലെങ്കിൽ നമുക്ക് ഇയാളുടെ വീട്ടിൽ താമസിക്കാം അല്ലേ? ഡ്രൈവർ, ഒരു 50,000 രൂപ ചെക്ക് എഴുതി അയ്യോ, പണം തന്നെ എന്നെ അവമാനിക്കരുത്. ഇതൊരു സഹായമായിട്ട് കരുതണം, എന്റെ മനനിമ്മതിക്ക് വേണ്ടി. ശരി ശരി ശരി, എങ്കിൽ നമുക്ക് ഇയാളുടെ വീട്ടിലേക്ക് പോവാം. ഡ്രൈവർ, വണ്ടി എടുക്കും. ഇതാണ് എന്റെ ഭവന. അപ്പൊ അതോ? അതൊരു കൂതറ ദരിദ്രവാസിയുടെ. അയൽവാസി ഒരു ദരിദ്രവാസി അല്ലേ? തന്നെ. മൊത്തത്തിൽ ഒരു ചീപ്പ് ലുക്ക്. നമ്മുടെ സർവൻസിന്റെ കോട്ടേജിന്റെ അത്ര പോലും വലിപ്പമില്ല. കുറച്ച് ദിവസത്തേക്കല്ലേ അഡ്ജസ്റ്റ് ചെയ്യാം. ഡ്രൈവർ, പെട്ടി എടുക്കൂ. പെട്ടിറേ. ചെന്താമരം. എടടേ. എന്താ എന്താ ഇവൻ എന്തോന്ന് ഇത് 10 കിലോ പെട്ടി വെച്ച് തിരിഞ്ഞു കളിക്കുന്നത്? തട്ടി തോളിക്കെട്ടടാ. കേട്ടടേ. തട്ടി തോളിക്കെട്ടടാ. കേട്ടടാ. ഇങ്ങോട്ട് പറയും, ഇങ്ങോട്ട് പറയും. ഇതൊക്കെ ഒരു നേക്കാ. ഇത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. ഈസി അല്ലേ? തൊഴിലെന്താണെന്ന് ഇപ്പഴാ അറിയിക്കണ. എന്തൊരു രണ്ടു കൂടെ കിന്നാരെ ഈ പറയണത്? മുതലാളിയുടെ ഒരു കാര്യം കണ്ട തൊഴിലാളിയാണെന്ന് ആരും പറയൂ. എടേ, അറിഞ്ഞുകൂടാത്ത വേലകൾ പറഞ്ഞു കൊടുക്കണേന് ഒരു തെറ്റുമില്ല. അത് ശരിയാ. നീ എന്തോന്ന് തലയിൽ ലോഡും കെറ്റി മിഴുങ്ങാൻ നിൽക്കുന്നത്? അകത്തോണ്ട് പോയി തട്ട്. അയ്യോ, അവ എന്നെ തട്ടി കൊണ്ട് അകത്തു വയ്യടേ. ചുമട് അകത്തുകൊണ്ട് തട്ടാ ഇപ്പൊ പറഞ്ഞു. ഈ ഭാഷകൾ എങ്ങനെ പഠിച്ച്? ഇവന്മാരോട് സംസാരിക്കാൻ വേണ്ടി മുതലാളി ട്യൂഷൻ എടുത്ത് പഠിച്ചതാ തന്നെ. ഇറങ്ങി നിൽക്കുന്ന ചെവല കൂതറ.